കൊടുക്കാം. അപ്പോൾ നെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഇതിന് വേണ്ടി എടുക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമുറി, ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തതാണ്. അത് നമുക്ക് ഈ നെയ്യിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല മുരിഞ്ഞൊന്നും കിട്ടേണ്ട, നന്നായി ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അവിലാണ്. അപ്പോൾ അവിൽ ഏത് കളർ അവിലായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ചമ്പ അവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ബൗൾ അവിലെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതിനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അതുകൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം മധുരത്തിന് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുത്ത ശർക്കരയാണ്. അപ്പോൾ പിന്നെ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് പീസാക്കി ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതിയാകും. പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം.